Hello guys, നമ്മൾ ടോപ്പ് 10 ഡോൾ ഫ്രൂട്ട് സീരീസിന്റെ പാർട്ട് 1, 2 and 3 ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് സെക്ഷനിലോ കൊടുത്തേക്കാം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ടോപ്പ് 10 ഡോൾ ഫ്രൂട്ട് സീരീസിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ്. ഫിഫ്ത്ത് പൊസിഷനിൽ വരുന്നത് ഒപ്പയോപ്പനോമി എന്ന് പറയുന്ന ഒരു പാരമീസിയൻ ടൈപ്പ് ഡോൾ ഫ്രൂട്ട് ആണ്. ഇത് കറന്റ് യൂസ് ചെയ്യുന്ന ട്രാഫൽഗാർ ലോ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിറിക്കൽ ഫോഴ്സ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് ലിവിംഗ് തിങ്സ് ആണെങ്കിലും നോൺ ലിവിംഗ് തിങ്സ് ആണെങ്കിലും അതിന്റെ രൂപഘടന മാറ്റുക, കട്ട് ചെയ്ത് റീഅറ്റാച്ച് ചെയ്യുക. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ജീവന് യാതൊരുവിധ പ്രശ്നങ്ങളും വരത്തില്ല. അതുകൊണ്ട് തന്നെ ലോനെ നമ്മൾ സർജൻ എന്നും ആ ഒരു അനൈം സീരീസിൽ വിളിക്കുന്നുണ്ട്. ഇതിനെ പക്ഷേ ഫിഫ്ത്ത് പൊസിഷനിൽ കൊണ്ടുവരാനുള്ളതിന്റെ പ്രധാന റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു ഡോൾ ഫ്രൂട്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഡോൾ ഫ്രൂട്ട് യൂസറിന് വേറൊരു വ്യക്തിക്ക് ഇമ്മോർട്ടാലിറ്റി ഗ്രാൻഡ് ചെയ്യാൻ പറ്റും. അതായത് സ്വന്തം ലൈഫ്, സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് മറ്റൊരാളെ ഇമ്മോർട്ടലാക്കി മാറ്റാനുള്ള ഒരു കഴിവുണ്ട് ഈ ഡോൾ ഫ്രൂട്ടിന്. അതുകൊണ്ട് തന്നെ വേൾഡ് ഗവൺമെന്റ് ഈ ഒരു ഡോൾ ഫ്രൂട്ടിന് 5 ബില്യൺ ബെറീസ് ബൗണ്ടി കൊടുത്തിട്ടുണ്ട്. ഫോർത്ത് പൊസിഷനിൽ വരുന്നത് യാമി യാമി നോമി എന്ന് പറയുന്ന ഒരു ലോക്കിയ ടൈപ്പ് ഡോൾ ഫ്രൂട്ട് ആണ്. വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഡോൾ ഫ്രൂട്ട് ആണ്. ഇത് കറന്റ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ബിയർഡ് ആണ്. ഇതിന്റെ പവർ എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിനെ സ്വന്തം ഇഷ്ടപ്രകാരം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകണക്ക് തന്നെ ഇതിന്റെ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഹോൾ കണക്കാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫിസിക്കൽ മാറ്റേഴ്സ് കണക്കിന് അറ്റാക്ക്, അതായത് ഇപ്പോൾ എയ്സ് ബ്ലാക്ക് ബിയർഡിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എയ്സിന്റെ ഫയർ ഒക്കെ അബ്സോർബ് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. അതുകണക്ക് എന്തിനേയും ഈ ഒരു ബ്ലാക്ക് ഹോളിന് അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക്നെസ്സിനകത്ത് അബ്സോർബ് ചെയ്യാനും അതുകൊണ്ടങ്ങനെ തിരിച്ച് എജക്ട് ചെയ്യാനും കഴിയും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡോൾ ഫ്രൂട്ട് യൂസറിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡോൾ ഫ്രൂട്ട് യൂസറിന്റെ ആ ഡോൾ ഫ്രൂട്ട് യൂസറിന്റെ ഡോൾ ഫ്രൂട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവും ഈ ഒരു ലോഗിയ ടൈപ്പിനുണ്ട്. തേർഡ് പൊസിഷനിൽ വരുന്നത് ഗോറോസയുടെ ഡോൾ ഫ്രൂട്ട്സ് ആണ്. ഡോൾ ഫ്രൂട്ട്സ് ഏതാണെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ സാറ്റേണിന്റെ ഡോൾ ഫ്രൂട്ട് ഏതാണെന്ന് എഗ് ഐലൻഡ് വെച്ച് റിവീൽ ചെയ്യുന്നുണ്ട്. അത് സ്പൈഡർ വിത്ത് ഹ്യൂമൻ ആൾട്രേഷൻ വന്ന കണക്ക്, അതായത് ഒരു സോൺ ടൈപ്പ്. അതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു മിത്തിക്കൽ സോൺ ആണെന്ന്. അതുപോലെ തന്നെ നമുക്ക് അത് വെച്ച് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള 4 ഗോറോസയുടേതും മിത്തിക്കൽ സോൺ ഡോൾ ഫ്രൂട്ട് ആയിരിക്കും. അതുപോലെ നമ്മൾ സാബോ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഷാഡോയിൽ ഈ 5 ഗോറോസേനെയും കാണിക്കുന്നുണ്ട്. ഒരു ആനിമലിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു രൂപങ്ങൾ കാണിക്കുന്നുണ്ട് ഷാഡോയിൽ. അപ്പോൾ അത് നമുക്ക് ഗസ് ചെയ്യാൻ കഴിയും അതൊരു മിത്തിക്കൽ സോൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സാറ്റേണിന്റെ ഡോൾ ഫ്രൂട്ടിന്റെ പവർ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഒരാളുടെ ഹെഡ് ബ്ലാസ്റ്റ് ആയി പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും അവരുടെ കയ്യിരിക്കുന്ന ഒരു മിത്തിക്കൽ സോണാണ്. വെരി പവർഫുൾ മിത്തിക്കൽ സോൺ ഡോൾ ഫ്രൂട്ടാണ് അവരുടെ കയ്യിരിക്കുന്നത്. പിന്നെ വേറെ ക്ലൂ എന്ന് പറയുന്നത് അവരുടെ ഡോൾ ഫ്രൂട്ട് ഒരു യോക്കായ് ടൈപ്പാണെന്ന് പറയുന്നത്. ജാപ്പനീസ് യോക്കായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേതം, ഭൂതം, പിശാച്, ഡെവിൾസ് അങ്ങനെയൊക്കെ പറയത്തില്ല, അതുപോലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിപ്പോൾ നമ്മളുടെ ഇതുപോലുള്ള ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പോകുമ്പോഴേ അറിയാം അവർക്ക് സൂപ്പർ നാച്ചുറലി പവർഫുൾ ആയുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു 5 ഗോറോസയുടെ ഡോൾ ഫ്രൂട്ടും അത്രത്തോളം പവർഫുൾ ആയിരിക്കും. സെക്കൻഡ് പൊസിഷനിൽ വരുന്ന ഹിറ്റോയിറ്റോണമി മോഡൽ നിക്ക എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ ടൈപ്പ് സോൺ ഡോൾ ഫ്രൂട്ട് ആണ്. ഇത് കറന്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൂഫിയാണ്, പ്രോട്ടോകോണസ് മങ്കി ഡി ലൂഫി. ഇതിന് മുന്നേ ഇത് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ സീരീസ് മൊത്തത്തിൽ നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഒരു പാരമീസിയൻ ടൈപ്പ് ഡോൾ ഫ്രൂട്ട് ആയിട്ടാണ്. അതായത് ഒരു ഗമുനോമി ഡോൾ ഫ്രൂട്ട്, അതായത് റബ്ബറിന്റെ പോലുള്ള ഡോൾ ഫ്രൂട്ട് ആണ്. ഇതിന്റെ അവേക്കണിന് ശേഷമാണ് ഇത് ഹിറ്റോയിറ്റോണമി മോഡൽ നിക്ക എന്ന ഡോൾ ഫ്രൂട്ടിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് സൺഗോഡ് നിക്കയായിട്ടൊരു കമ്പാരിസൺ പറയുന്നുണ്ട്. അതായത് ഈ ഡോൾ ഫ്രൂട്ട് അവേക്കൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൺഗോഡ് നിക്കയുടെ പവർ കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ ആ ഒരു കടയിലുള്ള ഫൈറ്റിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഈ ഒരു ഡോൾ ഫ്രൂട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ പവർ എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ ബേസ് ഇരിക്കും. നമ്മൾ എത്രത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന അത്രത്തോളം ആ ഒരു ഡോൾ ഫ്രൂട്ടിന്റെ പവർ കൂടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ആ ഫൈറ്റിനിടയ്ക്ക് ലൂഫി ഫ്രീ ആയിട്ട് മിന്നലിനെയൊക്കെ പിടിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനാണെങ്കിൽ ഇത് ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലൂഫി ഫൈറ്റിന് ശേഷം ഒരുപാട് എക്സോസ്റ്റ് ആവുന്നുണ്ട്. അതിനങ്ങനെ ഒരു ഫൈറ്റിന് ശേഷം ഈ ഡോൾ ഫ്രൂട്ട് ഒരുപാട് യൂസ് ചെയ്ത് ഒരു ഫൈറ്റിന് ശേഷം സ്കിന്നെല്ലാം ഒരുമാതിരി ഓൾഡ് ആയാണൊക്കെ ചുക്കിച്ചുളുങ്ങിയ ഒരു രീതിയിൽ ആ ഒരു അപ്പിയറൻസിൽ ലൂഫിയെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് യമു ആണ്. ഇതൊരു ക്യാരക്ടർ ആരെന്ന് നമുക്കറിയാം. ഇതൊരു ഷാഡോയിലൂടെ മാത്രം റിവീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് യമു. അപ്പോൾ ഈ യമുവിനെ എടുക്കാനുള്ള കാരണം യമു ഒരു മാംഗ സീരീസിൽ നമുക്ക് ഈ ഫയർ എല്ലാം വിഴുങ്ങുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഷാഡോ അപ്പിയറൻസ് ആണെങ്കിൽ ചില സമയങ്ങളിൽ ജയന്റ് ആയിട്ടും ചില സമയങ്ങളിൽ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതിപ്പോൾ ബോഡി മോഡിഫിക്കേഷന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സാബോനെ ഒരു തവണ അറ്റാക്ക് ചെയ്യുന്ന ഒരു വാല് കണക്കത്തൊരു സംഭവം വെച്ച്, അതായത് ഷാർപ്പ് ആയിട്ടുള്ള വാല് കണക്കത്തൊരു സംഭവം വെച്ച് സാബോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ സാബോ ഒരു ലോഗിയ ടൈപ്പ് ഡോൾ ഫ്രൂട്ട് യൂസർ ആണെങ്കിൽ പോലും ആ ഒരു സാബോനെ അത് വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ സാബോ വളരെയധികം ഇൻജോർഡായി മാറുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും യമുവിനും ഒരു ഡോൾ ഫ്രൂട്ട് പവർ ഉണ്ടായിരിക്കാം. പോരാക്കുറവ് നമ്മുടെ വേൾഡ് ഗവൺമെന്റ് ഭരിക്കുന്നത് തന്നെ യമുവാണ്. യമുവിന്റെ കൺട്രോളിലാണ് വേൾഡ് ഗവൺമെന്റ് ഇരിക്കുന്നത്.
അപ്പോൾ ഇവരുടെയൊക്കെ ടോപ്പ് ഇരിക്കുന്ന എമോ ആയതുകൊണ്ട് തന്നെ ഗോറോസയ്ക്ക് മിത്തിക്കൽ സോൺ ടൈപ്പ് ഡബിൾ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ, അതായത് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള മിത്തിക്കൽ സോൺ ടൈപ്പ് ഡബിൾ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ എന്തായാലും എമ്മുവിന് അതിനെക്കാട്ടി കൂടിയ എന്തെങ്കിലും പവറുള്ള ഒരു ഡബിൾ ഫ്രൂട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. വൺ പീസിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വില്ലനും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വില്ലനും കൂടിയാണ് എമു. അപ്പോൾ എമ്മുവും ജോയ് ബോയ് ആയുള്ള കണക്ഷൻ, എമ്മുവും വോയിസിലുള്ള കണക്ഷൻ ആണെങ്കിൽ എമ്മുവും വേൾഡ് ഗവൺമെന്റിലുള്ള കണക്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളുടെ ടോപ്പ് 20 ഡബിൾ ഫ്രൂട്ട് സീരീസിന്റെ ജേർണി ഇന്നത്തോടുകൂടി അവസാനിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.